മന്ത്രി ഇടപെട്ടിട്ടും പരിഹാരമകലെ. പിടിച്ച മുയലിന്റെ കൊമ്പെണ്ണി VCM സിൻഡിക്കേറ്റും. കേരളയിൽ ഭരണസ്തംഭനം. പശുവും ചത്തു, മോരിലെ പുളിയും ഇറങ്ങി. എന്നിട്ടും കേരള സർവകലാശാലയിലെ പ്രശ്നത്തിന് പരിഹാരമായില്ല. ഭാരതാംബയിൽ ഇടഞ്ഞ സംസ്ഥാന സർക്കാരും ഗവർണറും സമവായ വഴിയിലേക്ക് നീങ്ങുമ്പോഴും തല്ലിത്തീരാതെ കേരള സർവകലാശാലയിൽ തർക്കം തുടരുകയാണ്. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിനെ പുറത്താക്കാതെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കില്ലെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. കേരള തർക്കത്തിൽ VCയുമായി അഭിപ്രായ ഐക്യത്തിലെത്തിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് വിളിക്കാനും തീരുമാനമായതായി മന്ത്രി പറഞ്ഞിരുന്നു. സിൻഡിക്കേറ്റിന് മുമ്പായി സമവായ ചർച്ചകൾ ഉണ്ടാകാമെന്നാണ് മന്ത്രി സൂചന നൽകിയത്. തർക്കത്തിൽ പരിഹാരം വേണമെന്ന് VCയും ആവശ്യപ്പെട്ടുവെന്നും അതിനാൽ സിൻഡിക്കേറ്റ് വിളിക്കുന്നതിൽ VC തയ്യാറെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. ഇന്നലെ മന്ത്രി ബിന്ദുവും കേരള സർവകലാശാല VCയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ചർച്ച നടത്തിയെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലായിരുന്നു. ഉടനടി സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന് വഴങ്ങാൻ VC തയ്യാറായില്ല. താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാർ ആദ്യം പുറത്തു പോകട്ടെ എന്നാണ് മോഹൻ കുന്നുമ്മലിന്റെ നിലപാട്. അതിനുശേഷം സിൻഡിക്കേറ്റ് വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിൽ VC ഉറച്ചു നിൽക്കുകയായിരുന്നു. രജിസ്ട്രാറുടെ എല്ലാ ചുമതലയും ഫയൽ ആക്സസും താൽക്കാലിക രജിസ്ട്രാർ മിനിക്കാപ്പിന് കൈമാറണമെന്നും VC ആവശ്യപ്പെടുന്നു. സസ്പെൻഷൻ പിൻവലിച്ച് അനിൽകുമാറിന് ചുമതല കൈമാറുന്നതായി ജോയിന്റ് ഓർഡർ ഇറക്കിയ ജോയിന്റ് രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചുള്ള ഓർഡറിൽ ഒപ്പിട്ടതിനാണ് ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് VC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. VC ചുമതലയുണ്ടായിരുന്ന സിസ തോമസ് ഇറങ്ങിപ്പോയതിനു ശേഷം നടന്ന വിവാദ സിൻഡിക്കേറ്റ് യോഗത്തിൽ സെക്രട്ടറി മിനിറ്റ്സ് തയ്യാറാക്കിയതിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ്. സമവായ നീക്കമായി രജിസ്ട്രാറെ കൊണ്ട് അവധിയെടുപ്പിച്ച് പ്രശ്നം തീർക്കാമെന്ന നിർദ്ദേശവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തള്ളി. VC അവധിയിൽ പോകട്ടെ എന്നായിരുന്നു അവരുടെ മറുപടി. സമവായ ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു KS അനിൽകുമാറിന്റെയും പ്രതികരണം. ഗവർണർ തലസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ കാണും. മുഖ്യമന്ത്രിയും വൈകാതെ ഗവർണറെ കാണാൻ സാധ്യതയുണ്ട്. സർവകലാശാലയിലെ സമവായ നീക്കവും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭാരതാംബ വിവാദം കൊണ്ട് നേട്ടമുണ്ടായില്ലെന്ന വിലയിരുത്തലോടെയാണ് ഇരുചേരിയും ആയിരുന്നത്.